എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതായിരുന്നു: എരണം കെട്ടവൻ ഭരിച്ചാൽ നാട് മുടിയും. അത് പിണറായിയുടെ ഭരണകാലത്ത് കേരളത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. രോഗം കൊണ്ടാണെങ്കിലും എല്ലാ രീതിയിലും നാട് ദുരിതം അനുഭവിച്ച കാലത്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നത്. അത് സത്യത്തിൽ അത് ശരിയായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. എരണം കെട്ട ഒരു നാട് ഭരിച്ചാൽ ആ നാട് മുടിയുമെന്ന് പറഞ്ഞ് ശരിയായ കാര്യമാണ്. അന്ന് സർവമാന ദുരിതങ്ങളും, അത് നിപ്പയായാലും കോവിഡ് ആയാലും ഷിഗല്ല ആയാലും ഓഖി അന്ന് സംഭവിച്ച ഓഖി ആ കടൽ കയറി വന്ന പ്രതിഭാസമായാലും എല്ലാം കൊണ്ട് നമ്മുടെ നാട് ദുരിതത്തിൽ ആണ്ടുപോയിരുന്നു. അത് അദ്ദേഹം പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത്. കാരണം ഇപ്പോൾ 10 വർഷത്തിന് ശേഷം നാട് സർവത്ര മുടിക്കാവുന്ന അത്രയും മുടിച്ചു. നമ്മുടെ പിണറായി വിജയൻ അഴിമതി കൊണ്ടായാലും ധിക്കാരം കൊണ്ടായാലും ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടായാലും ഈ വർഗീയത വളർത്തിയായാലും എല്ലാം പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ഗുണ്ടായിസം കാണിച്ചായാലും എതിർക്കുന്നവരെ, അതായത് പ്രതിഷേധിക്കുന്നവരെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചായാലും എല്ലാ രീതിയിലും നാട്ടിൽ നടന്നത് അരാജകത്വമായിരുന്നു. നാട് മുടിച്ച് തേച്ച് കഴുകുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഭരണം മാറി. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, പുതിയ മുഖ്യമന്ത്രി വന്നു. മുരളീധരൻ്റെയൊക്കെ പാർട്ടി ഭരണത്തിലേറി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി, അവരുടെ നേതാവ് മുഖ്യമന്ത്രിയായി. അതിനുശേഷവും ഇപ്പോൾ ഷിഗല്ല എന്ന് പറഞ്ഞ രോഗം, നിപ്പ, ഷിഗല്ല മരണവും ഉണ്ടായി. നിപ്പ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ വർഷങ്ങൾക്ക് ശേഷം മലേറിയ കേരളത്തിൽ പലർക്കും സ്ഥിരീകരിച്ചു. അപ്പോൾ അന്ന് മുരളീധരൻ പറഞ്ഞത് എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും എന്ന് പറയുന്നത് ആ ഒരു കാര്യം ശരിയാണെന്ന് ഇപ്പോഴും മുരളീധരൻ സമ്മതിക്കുന്നുണ്ടോ? കാരണം മുഖ്യമന്ത്രി മാറിയല്ലോ, ഭരണകർത്താവ് മാറി. അപ്പോൾ അവർ ഭരിക്കുമ്പോൾ, അവരുടെ നേതാവ് ഭരിക്കുമ്പോൾ അദ്ദേഹവും ഇതേപോലുള്ള ദുരിതങ്ങൾ കേരളത്തിലുണ്ടായാൽ എരണം കെട്ടവൻ തന്നെയല്ലേ ഇപ്പോഴും ഭരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയാൽ വളരെ നന്നായിരുന്നു. നമുക്ക് എല്ലാം അറിയാം, ഈ മുഖ്യമന്ത്രിയുടെ ആ പോക്ക്, നിലവിലെ മുഖ്യമന്ത്രിയുടെ പോക്ക് മുൻ മുഖ്യമന്ത്രിയുടെ പോക്കിനേക്കാളിലൊന്നും ഒട്ടും വ്യത്യാസം ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ ആകെയുള്ള വ്യത്യാസം, വിമർശിക്കുന്നവരെ ഇതുവരെ അദ്ദേഹം പിണറായി കാണിച്ചതിൻ്റെ പോലെ പാർട്ടി അണികളെ വിട്ട് തല്ലിക്കൊല്ലാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് ഇപ്പോൾ കരുതാം. അദ്ദേഹം അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയും പിണറായിയുടെ കൂട്ട് ഗുണ്ടായിസത്തിൽ കൂടി ഒതുക്കാൻ ശ്രമിക്കുകയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിനെ വിമർശിച്ചവരോട് ബോധപൂർവം ഒരു അകൽച്ച, അവരെ അവഗണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനാകട്ടെ, സുകുമാരൻ നായരാകട്ടെ, അവർ വിമർശിച്ചുകൊണ്ട് അവരെപ്പോഴും ഒരു പടിക്ക് അകലെ നിർത്തിയിരിക്കുന്നു. എന്നാൽ അതിലുപരി രാജ്യത്തിനെതിരായിട്ട്, രാജ്യത്തിൻ്റെ സംസ്കാരം തകർക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളും അതിൻ്റെ നേതാക്കളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ചെങ്ങാത്തം ഇപ്പോൾ കൂടിയിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ മൊത്തവും മതം മാറ്റി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി, നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് വ്യാജ പ്രചരണങ്ങൾ അവരുടെ വാർത്താ ചാനലിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി, അവരുടെ നേതാക്കളെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ച് അവരുമായിട്ട് സൗഹൃദം പങ്കിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും അത് നമ്മുടെ നാടിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണെന്നുള്ളത് നമ്മൾക്കറിയാം. ഒപ്പം തന്നെ ഈ രാജ്യം അതീവ ശക്തമായി ലോകത്തിന് മുന്നിൽ ഗുരുവായി തല ഉയർത്തി നിൽക്കണം. ഈ രാജ്യത്തിൻ്റെ സംസ്കാരം
തനത് സംസ്കാരം, അതായത് ഭാരതീയ പാരമ്പര്യം, ഹിന്ദു പാരമ്പര്യം ഊട്ടിയുറപ്പിച്ച് അതിന് കോട്ടം തട്ടാതെ അത് ശക്തമായി മുന്നോട്ട് പോകണം എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ വാളോങ്ങി നിൽക്കുന്നത് നമ്മൾ കാണുന്നതാണ് പിണറായി വിജയൻ. നമ്മുടെ സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവർ ആ സംസ്കാരത്തിൻ്റെ ആശയഗതിയെ പിന്തുടരുന്നവരെ ചവിട്ടി മെതിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. VC-മാർ RSS സർസംഘചാലകൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ക്ഷണിക്കപ്പെട്ടവരുടെ ആ സദസ്സിൽ ഇരുന്നതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചതാണ് ഞാൻ പരാമർശിച്ചിരിക്കുന്നത്. അതിനെതിരെ നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു വശത്ത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ, ഹിന്ദു സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ ഒപ്പം നിർത്തുകയും അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുമ്പോൾ ഈ രാജ്യമായിട്ട് നിലനിൽക്കണമെന്നും ഈ രാജ്യത്തിൻ്റെ തനത് സംസ്കാരം നിലനിൽക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും പറഞ്ഞ് അതിനായി പ്രവർത്തിക്കുന്നവരെ ചവിട്ടി പുറത്താക്കാനും ശ്രമിക്കുന്നതെന്ന് VD സതീശൻ. അദ്ദേഹം എത്രമാത്രം എരണം കെട്ടവനാണെന്ന് മുരളീധരൻ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നത് അത് ശരിയായ നിലപാട് തന്നെയാണ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകണം. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകും എന്ന് നമ്മൾക്കാർക്കും പ്രതീക്ഷിക്കേണ്ട. കാരണം ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിപ്പണി അങ്ങ് പോയി കിട്ടും. ഈ പാർട്ടി തന്നെ അദ്ദേഹത്തിനെ നിർത്തുമോ എന്നറിയത്തില്ല. പിന്നെ അദ്ദേഹത്തിന് വാക്ക് മാറുന്നതിൽ ഒന്നും പ്രത്യേകിച്ച് മടിയുള്ള ആളല്ല എന്നുള്ള കാര്യം നമ്മൾ പണ്ട് ഈ അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേലിൽ നിന്ന് വിളിച്ചപ്പോഴും AK ആൻ്റണിയെ മുക്കാലിയിൽ കെട്ടി തല്ലണം എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ വിഴുങ്ങിയതും നമ്മൾ കണ്ടതാണ്. അത് അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരൻ അത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു നിലപാട് പറയും, ഒരു വാക്ക് പറയും, അതിൽ എതിർത്ത് നിൽക്കും. അത് സ്വാഭാവികമായിട്ട് ഈ കോൺഗ്രസ്സുകാരുടെ ഒരു നിലപാടാണെന്ന് നമുക്കറിയാം, അവരുടെ സ്വഭാവമാണെന്നറിയാം. കാരണം അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തോടോ രാഷ്ട്രത്തോടോ പ്രത്യേക മമതയോ സ്നേഹവുമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസ്സുകാരുടെ ആകെയുള്ള ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത് അവർക്ക് അധികാരത്തോടുള്ള സ്നേഹമാണുള്ളത്. അധികാരത്തിൽ വരാനും അത് നിലനിർത്താനും എന്ത് വൃത്തികേടുകളും കാണിക്കാൻ അവർ തയ്യാറാകും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് രാജ്യത്തിനെ ഒറ്റിക്കൊടുത്തിട്ടായാലും കൂടെ നിൽക്കുന്നവരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടായാലും അവർക്ക് അധികാരത്തിൻ്റെ പടവുകൾ കയറാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് മുരളീധരൻ അന്ന് പറഞ്ഞ വാക്കുകൾ ഒക്കെ ഇപ്പോൾ പ്രയോഗിക്കും എന്ന് വിശ്വസിക്കാൻ നമ്മൾക്ക് പ്രയാസമാണ്. എന്നിരിക്കൽ തന്നെ മുരളീധരനോട് പറയാനൊരു കാര്യമേ ഉള്ളൂ. താങ്കൾ അന്ന് പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും എന്ന് താങ്കൾ പറഞ്ഞത് ശരിയായ കാര്യമാണെന്നുള്ളത് ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതേപോലുള്ള നിലപാടുകളാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും സ്വന്തം സംസ്കാരത്തെ തള്ളിപ്പറയാൻ മടിയില്ലാത്ത ആൾ, താൻ ജനിച്ചു വളർന്ന തൻ്റെ പൂർവികരുടെ സംസ്കാരം അതിനെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് VD സതീശൻ എന്ന് അദ്ദേഹം തെളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്, വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണത്. അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം ഒരു ഹിന്ദു മാതാപിതാക്കൾക്ക് ജനിച്ചു, ഹിന്ദു സംസ്കാരത്തിൽ വളർന്നു. ആ ഹിന്ദു സംസ്കാരമാണ് അദ്ദേഹത്തെ ഇതേപോലെ നല്ല ഒരു രീതിയിൽ പരുവപ്പെടുത്തിയെടുത്തത്. അദ്ദേഹം ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ കൂടി വളർന്നു വന്ന ഒരു നേതാവായിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഈ രീതിയിലല്ല പെരുമാറുന്നത് എന്നുള്ളത് നമുക്കറിയാം. മുസ്ലിം ലീഗിൻ്റെ പോലുള്ള അല്ലെ ജമാഅത്തിൻ്റെ കൂട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അവർക്ക് അവരുടെ സംസ്കാരത്തിൽ വിട്ട് അവർക്ക് ഒരു കളിയുമില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ സതീശൻ്റെ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ മുരളീധരൻ്റെ കൂടെയുള്ള ഒരു സഹമന്ത്രി പറഞ്ഞത് തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞ് നമ്മൾ കേട്ടാണ്, മതമാണ് പ്രശ്നമെന്ന്. അവർക്ക് മതം വിട്ടൊരു കളിയില്ല എന്ന് അവർ വ്യക്തമാക്കി വിളിച്ചു പറഞ്ഞതാണ്. ഈ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹവും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് യാതൊരു ഭേദഭാവവും ഇല്ലാതെ എല്ലാവർക്കും
നീതി നടപ്പാക്കുമെന്നാണ് പറഞ്ഞതെങ്കിലും, എല്ലാവരെയും ഒരേപോലെ കാണുമെന്നാണ് പറഞ്ഞതെങ്കിലും, മുസ്ലിം ലീഗിൻ്റെ നേതാവ് വിളിച്ചു പറഞ്ഞാണ് അവർക്ക് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ആ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി, അവരുടെ മത അനുയായികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി, ആ രീതിയിലെ വി ഡി സതീശൻ മാറിയനേമായിരുന്നു ആ ഒരു മതത്തിലായിരുന്നെങ്കിൽ. പക്ഷേ ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു നിലപാടെടുക്കാൻ അദ്ദേഹത്തിനെ പരുവപ്പെടുത്തിയെടുത്തത് ഈ ഹിന്ദുമതമാണ്. ഹിന്ദുമതത്തിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു ഇതേപോലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല. ഈ ഹിന്ദുമതമല്ലാതെ മറ്റൊരു മതം ശ്രേഷ്ഠമല്ലെന്നും ഹിന്ദു ദൈവങ്ങളല്ലാതെ മറ്റ് ദൈവങ്ങളില്ല, ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിൽ പോവും എന്നൊന്നും ഹിന്ദുമതം പഠിപ്പിക്കുന്നില്ല. ഹിന്ദുമതം പറയുന്നത് എന്താണ്? ഹിന്ദുധർമ്മത്തിൽ പറയാം, അല്ലെ സനാതനധർമ്മം പറയുന്നത്, നീ നന്മയിലേക്കുള്ള വഴി ഏതാണോ നീ തിരഞ്ഞെടുക്കുന്നത് അത് ശരിയായ മാർഗമാണ്, തിന്മയാകരുത് നന്മയിലേക്ക് എന്നാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. പക്ഷേ മറ്റു മതങ്ങൾ പഠിപ്പിക്കുന്നത് നീ ഈ മതമല്ലാതെ മറ്റേതൊരു മതത്തിൽ വിശ്വസിച്ചാലും മറ്റേതൊരു ദൈവത്തിൽ വിശ്വസിച്ചാലും അത് തിന്മയാണ്, അത് നരകത്തിലേക്കുള്ള വാതായനമാണ്, അല്ലെ വഴിയാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഹിന്ദുമതം നേരെ തിരിച്ചും, ഇസ്ലാമിൽ വിശ്വസിച്ചാലും ക്രിസ്തുവിൽ വിശ്വസിച്ചാലും, അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചാലും ക്രിസ്തുവിൽ വിശ്വസിച്ചാലും നീ അതിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ ചെയ്താൽ അത് ശരിയായ പാതയാണെന്നാണ് ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ രീതിയിൽ പരുവപ്പെടുത്തിയെടുത്തിയ ധർമ്മത്തിനെതിരായി സംസാരിക്കുന്ന ആളാണ് വി ഡി സതീശൻ. അതിന് അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. നമ്മളത് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതാണ്. തന്നെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിച്ചത് ക്രിസ്തുവാണെന്നും താൻ മുടങ്ങാതെ നിത്യവും ബൈബിൾ പാരായണം ചെയ്യുന്ന ആളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഒരു ഇസ്ലാമി മതവിശ്വാസി അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം ലീഗ് നേതാവ് അല്ലെങ്കിൽ ഒരു ക്രിസ്തു മതായനിയായി എവിടെയെങ്കിലും പറയുമോ തന്നെ പല ഇതിൽ നിന്നും രക്ഷിച്ചത് കൃഷ്ണനാണെന്നോ ശിവനാണെന്നോ അയ്യപ്പനാണെന്നോ പറയുകയില്ല. അല്ലെങ്കിൽ താൻ മുടങ്ങാതെ ഭഗവത്ഗീത വായിക്കുന്നുണ്ടെന്നോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ പറയുകയില്ല. കാരണം അവരുടെ മതത്തിനെ വിട്ട് ഒരു കളിക്ക് അവർ തയ്യാറാകുകയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ നമ്മുടെ സതീശൻ അങ്ങനെയല്ല. ജനിച്ച മതം, തൻ്റെ പൂർവികരുടെ സംസ്കാരത്തിനെ തള്ളിപ്പറഞ്ഞ് അതിനെ ഇഴഴ്ത്തി കാണിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണെന്ന് അദ്ദേഹം തെളിയിച്ചാണ്. അതിനർത്ഥം മുരളീധരൻ പണ്ട് പറഞ്ഞ വാക്കുകൾ സത്യമാണ് എന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവഗണിക്കാൻ കഴിയുകയില്ല. അത് ശരിയായ കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.